യിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ശുപാർശ നൽകി SIT. ഗുരുതര ക്രമക്കേടുകൾ നടന്നത് ദേവസ്വം മിനിറ്റ്സുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് SIT റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് SIT ശുപാർശ ചെയ്തിരിക്കുകയാണ്. ജനത്തിന്റെ ബ്രേക്കിംഗ് വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. രാജീവ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. രാജീവ്, കഴിഞ്ഞ ദിവസം ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ SIT റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഗൗതം, പ്രധാനമായും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയാണ് ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ വളരെയധികം നടന്നു എന്നാണ് SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ SIT മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ, ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാറുകൾ നൽകിയിരിക്കുന്നു. ഉപകരാറുകൾ പോലും ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങൾ ഓഡിറ്റിനായി നൽകിയില്ല. ഇതിനൊപ്പമാണ് ദേവസ്വം ബോർഡിന് നേരത്തെ ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശമാണ് നൽകിയത്. ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിക്കരുത് എന്നായിരുന്നു പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിനൊപ്പം തന്നെയാണ് 37 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് റൂമുകൾ ബുക്ക് ചെയ്യുന്നു. ബാർ ഹോട്ടലിലാണ് റൂമുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ GST ബില്ലില്ല. ആരൊക്കെയാണ് യഥാർത്ഥ സ്പോൺസർമാർ എന്ന വിവരം പോലും ലഭ്യമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചതിലും കിടക്ക വാങ്ങിയതിലും വരെ ക്രമക്കേടുകൾ, അതായത് അടിമുടി ക്രമക്കേടുകൾ എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു. സർക്കാർ പണമല്ല, ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ആ പണം ഉപയോഗിച്ചു എന്നാണ് പ്രധാനമായും SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമക്കേടുകൾ, അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ കരാറുകൾ നൽകിയത് എന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്നത് മറച്ചുവെക്കുന്നു. 2 കോടി രൂപ എന്തിനു ഉപയോഗിച്ചു എന്നതിൽ പോലും വ്യക്തതയില്ല. മാത്രമല്ല, കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെയുടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചതെങ്കിൽ 8 ലക്ഷം രൂപ അവിടെ ചിലവാക്കിയിരിക്കുന്നു. അവിടെയാണ് നന്ദഗോവിന്ദ ഭജൻസ് ആണ് അവിടെ പരിപാടി അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. രേഖകൾ പരിശോധിക്കുമ്പോൾ നന്ദഗോവിന്ദ ഭജൻസ് ആണ് പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്ന് നന്ദഗോവിന്ദ ഭജൻസ് പറയുന്നു. 8 ലക്ഷം രൂപയാണ് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയതായി കാണിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയായിരുന്നു നേരത്തെ അനുവദിച്ചതെങ്കിൽ അത് 8 ലക്ഷമായി മാറുന്നു. ഇതിനൊപ്പമാണ് മറ്റ് ക്രമക്കേടുകൾ, അതായത് അടിമുടി ക്രമക്കേടുകളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ SIT അന്വേഷണമല്ല വേണ്ടത്. അതായത് ഹൈക്കോടതി ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ എന്നായിരുന്നു. എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ളതിനാൽ വിജിലൻസിന് ഇത് കൈമാറുന്നതാണ് ഉചിതം എന്നാണ് നിലവിൽ SIT അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിജിലൻസിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 2025 ഭരണസമിതി കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി വളരെ കർശനമായി നിർദ്ദേശം നൽകാനുള്ള ഒരു സാധ്യതയിലേക്ക് പോവുകയാണ്, വലിയ രീതിയിലുള്ള ഒരു കുരുക്കിലേക്ക് പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത്, സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലുമില്ല. ആരാണിത് തീരുമാനമെടുത്തത് എന്നത് സംബന്ധിച്ച് യാതൊരു രേഖകളിലും പറയുന്നില്ല. ആരുടെ അനുമതിയോടുകൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്, ദേവസ്വം ബോർഡിൻ്റെ പണം ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. 3 കോടി രൂപ ഇതിനുവേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. അതായത് മന്ത്രി വാസവനാണ് നിയമസഭയിൽ രേഖാമൂലം കഴിഞ്ഞ് 28-ന് മറുപടി നൽകിയത്. ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുത്തിട്ടുണ്ട്, സ്പോൺസർമാർ പണം നൽകാത്തതുണ്ട്, യഥാസമയം നൽകാത്തതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ സ്പോൺസർമാർ പണം നൽകിയപ്പോൾ അത് തിരികെ നൽകി എന്നാണ് മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. രാജീവ്, ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ, അത് ഹിന്ദു ഐക്യവേദി ആയിക്കോട്ടെ, വിശ്വ ഹിന്ദു പരിഷത്ത് ആയിക്കോട്ടെ, അയ്യപ്പ സേവാ സമാജമായിക്കോട്ടെ, അല്ലെങ്കിൽ പന്തളം കൊട്ടാരം ഉൾപ്പെടെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, അങ്ങനെ നമുക്കറിയാമല്ലോ ഈ ഇപ്പോൾ പറഞ്ഞ സംഘടനകളെ പറ്റിയും അതല്ലെങ്കിൽ പന്തള കൊട്ടാരത്തെ പറ്റിയും ഒക്കെ. അവരൊക്കെ അന്ന് തന്നെ ഇതൊരു തട്ടിപ്പാണ്, ഇതിനോട് ഞങ്ങൾ സഹകരിക്കില്ല,
എന്ന് തുറന്നു പറഞ്ഞതാണ്. തുറന്നു പറയുകയും അതിനെതിരെ വലിയ പ്രതിഷേധം നടന്നു. പിന്നീട് ഇതിന് ബദലായിട്ടാണ് പന്തളത്ത് അയ്യപ്പ ഭക്തരുടെ സംഗമം നടന്നത്. അതിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ കണ്ടതാണ്. അപ്പോൾ നോക്കൂ, അന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞ കാര്യം, അതായത് അന്നേ അവർ പറയുന്നുണ്ടായിരുന്നു ഇതിനെ അയ്യപ്പ സംഗമം എന്ന് പോലും പറയരുത്, ഇതിനെ ഒരു തട്ടിപ്പ് സംഗമം എന്നേ വിശേഷിപ്പിക്കാവൂ, ഇതിൻ്റെ പിന്നിൽ തട്ടിപ്പ് മാത്രമാണ് ലക്ഷ്യം എന്ന് ഹൈന്ദവ സംഘടനകൾ അടിവരയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ആ കാര്യങ്ങൾ ഏതാണ്ടൊരു 4 മാസം 5 മാസം കഴിയുമ്പോൾ കൃത്യമാവുകയാണ്. കോടതി അത് അംഗീകരിക്കുന്നു, അന്വേഷണ സംഘങ്ങൾ അത് പറയുന്നു. അപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ ആരോപണം അത് ആരോപണമല്ല, അത് വസ്തുതയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തീർച്ചയായും ഗൗതം, ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഇതിനു പിന്നിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരുന്നു. എന്നാൽ സർക്കാർ പറഞ്ഞത് ഇതിലൂടെ വലിയ രീതിയിലുള്ള വ്യവസായികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും, നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയും, അതിലൂടെ ശബരിമലയിൽ വലിയ വികസനം എത്തിക്കാൻ കഴിയും, പമ്പാതീരത്തും നിലയ്ക്കലുമൊക്കെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ എത്തിക്കാൻ കഴിയും, ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയുന്നതാണ് ഈ പുറത്തു വരുന്ന ഓരോ കണക്കുകളും. സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ യഥാർത്ഥ ഭക്തർ ഇവിടേക്ക് നിക്ഷേപങ്ങളുമായി എത്തും, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പണം നൽകും എന്ന് പറയുമ്പോൾ സർക്കാർ എന്തിനാണ് കേരള ബാങ്കിനെ കൊണ്ടും ധനലക്ഷ്മി ബാങ്കിനെ കൊണ്ടും സർക്കാർ ഇതുവരെ പുറത്തുവിടാത്ത അദാനി ഗ്രൂപ്പിനെ കൊണ്ടുമൊക്കെ ഈ കോടികൾ ചെലവഴിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരള ബാങ്കിൽ 1 കോടി രൂപ നൽകിയെന്ന് പറയുന്നു. കേരള ബാങ്ക് 1 കോടി രൂപ നൽകുമ്പോൾ പോലും അത് ചട്ടപ്രകാരമാണോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെയാണ് സഹകരണ വകുപ്പും കൈവശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ ഫലമായാണ് കേരള ബാങ്ക് 1 കോടി രൂപ നൽകിയത് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഹൈക്കോടതി ഇതിൻ്റെ കണക്കുകൾ ചോദിച്ചതിന് ശേഷമാണ് ഈ സ്പോൺസർമാരെ സമീപിച്ചുകൊണ്ട് പണം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ തെളിവുകളൊക്കെ വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് ആരാണ്? നിക്ഷേപകർ എന്ന് സർക്കാർ തന്നെ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല, സർക്കാർ പറയുന്ന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കേരള ബാങ്കാണ്, ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്, ഒന്ന് അദാനി ഗ്രൂപ്പാണ്. അതിൽ തന്നെ കേരള ബാങ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം മന്ത്രി തന്നെയാണ് സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കേരള ബാങ്കിൽ നിന്ന് 1 കോടി രൂപ നൽകാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സഹകരണ ചട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള ബാങ്കിന് ഒരു കാരണവശാലും 1 കോടി രൂപ ഇത്തരത്തിൽ അയ്യപ്പ സംഗമത്തിന് നൽകാൻ കഴിയില്ല. പിന്നൊന്ന് ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്ക് നമുക്കറിയാം, ശബരിമലയിലെ അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ധനലക്ഷ്മി ബാങ്കാണ്, അതൊരു സ്വകാര്യ ബാങ്കാണ്. മറ്റൊന്ന് അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടി 1 കോടി രൂപ നൽകി എന്ന് പറയുമ്പോൾ എവിടെയാണ് യഥാർത്ഥ ഭക്തർ ഇതിനു വേണ്ടി പണം നൽകിയത്? യഥാർത്ഥ വ്യവസായികൾ, യഥാർത്ഥ ഭക്തരായ വ്യവസായികൾ എവിടെയാണ് പണം നൽകിയത്? ഏത് നിക്ഷേപമാണ് ഇവിടെ എത്തിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഒരു സൈഡിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ ലഭിച്ച പണം, അതായത് ദേവസ്വം ബോർഡിൽ നിന്നും എടുത്തിരിക്കുന്ന പണം ഇങ്ങനെ യഥേഷ്ടം ദൂർത്തടിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന രീതിയിലേക്ക് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 4 കോടിയാണ്, അതായത് ഇപ്പോഴത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 4 കോടിയാണ് ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ SIT ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ 8 മുതൽ 10 കോടി രൂപ വരെയെങ്കിലും ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 8 മുതൽ 10 കോടിയെങ്കിലും ചെലവഴിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലേക്കാണ് കണക്കുകൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് വീണ്ടും കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലുള്ള കണ്ടെത്തലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സാമ്പത്തിക ക്രമക്കേടുകൾ മുൻനിർത്തി വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ അത് സർക്കാരിന് വീണ്ടും കുരുക്കാകും. മുൻ ഭരണസമിതി ഉൾപ്പെടെ ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതി അംഗം കൂടി ഈ ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിന്റെ മേൽ ഉണ്ടായി എന്നാണ്. അതായത് ഈ കണക്കുകൾ സംബന്ധിച്ച് ഒരു ആധികാരികത വരുത്തണം, അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്ന തലത്തിൽ ചില ചർച്ചകൾ വന്നിരുന്നു. അദ്ദേഹം അതിനോട് യോജിച്ചില്ല എന്ന ചില വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പഴയ ഭരണസമിതിയിൽ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടുകളോ സാമ്പത്തിക ബാധ്യതകളോ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി എന്ന ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അതിനോട് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അതുകൂടി നമുക്ക് നൽകാൻ കഴിയും. ഗൗതം. ഓക്കെ രാജു, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തലാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് വിജിലൻസ് അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന ശുപാർശ നൽകിയിരിക്കുകയാണ്. ഇനിയും കേരള ഹൈക്കോടതി എന്ത് തീരുമാനമാണ് ഇതിൽ എടുക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആർ രാജീവാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.